അല്ല ഗൈസ്, ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആയിരക്കണക്ക് പ്ലെയേഴ്സുള്ള വീട്ടിലേക്ക് ജോയിൻ ആവാൻ പോവാണ്. അപ്പോൾ ഇവിടെ മൊത്തം കൊളാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ബേസിക് ടൂൾസൊക്കെ കാണാം. ആയിരിക്കും ഏറ്റവും നല്ലത്. ബേസിക് ടൂൾസ് ആയില്ലെങ്കിൽ വല്ലവരും വന്ന് നമ്മൾ കൊല്ലും കുറേ പ്രാവശ്യം കൊന്നു വെറുപ്പിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബേസിക് ടൂൾസ് ആവാം. നോക്കിക്കോ, ഇവിടെ ഇങ്ങനെ കൊളാക്കി വെച്ചിട്ടുണ്ട്. വുഡൊക്കെ അവിടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ടൂൾസൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. എന്താ നെറ്റ് പിങ് നല്ലോണ്ട് ഗൈസ്. അതുകൊണ്ടാണ്. നെറ്റ് പിങ് ഇല്ലെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് പെട്ടെന്ന് കിട്ടും. നെറ്റ് പിങ് ഉണ്ട്. അതൊക്കെ കമ്പ്യൂട്ടർ പ്ലേയേഴ്സും ബെഡ്റൂം പ്ലേയേഴ്സും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ജാവയും ബെഡ്റൂമൊക്കെ കൂടിയത് തോന്നുന്നു, അറിയില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഒന്നും കാണാനില്ല ആരും. നമുക്ക് അവിടെ ഒരു നെതർ കാണുന്നുണ്ട്. ആ നെതറിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കിയേക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ ഒപ്പിക്കണം. ഇവിടെയൊക്കെ സ്റ്റോണൊക്കെ ഒരു വിഷയമല്ലേ. ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി കിടക്കും. എന്താ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഞാനൊരു പ്രാവശ്യം ഇത് കളിച്ചു. ഒരുത്തിൻ്റെ ഒപ്പം ടീമായിട്ടായിട്ട് ഞാൻ അവനെങ്ങോട്ടോ പോകണം. ഞാൻ അവനെ ഫോളോ ചെയ്തപ്പോൾ കേവിൻ്റെ അടിയിൽ വലിയൊരു സ്ഥലം. അപ്പോൾ കരുതി ഞാൻ അവരൊക്കെ കൊന്നിട്ട് നമുക്ക് അവരെ റിവെഞ്ച് ചെയ്താലോ. അവരെന്നെ കൊന്നു. എന്നിട്ട് ഞാൻ സ്ക്രീൻ വീഡിയോ എടുക്കണം. എന്നാൽ അവരുടെ എല്ലാവരുടെ അടുത്തും ഡയമണ്ട് ആർമർ ഇതൊക്കെയാണ്. ഞാൻ അവരുടെ കേവിക്ക് പോയി അവിടുന്ന് ഡയമണ്ട് എടുത്ത് അവരെ കൊല്ലണം. വേറെ ടീംമേറ്റ്സ് അവർ കുറേ ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവർക്കായിട്ടൊരു ബേസ് ഉണ്ട്. നമുക്കൊന്ന് നെതറിൽ പോയി നോക്കാം. നെതറിലെത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തം കോളാക്കിയിട്ടുണ്ട്. ഏത് നെതറിൽ വന്നാലും ഈ നെതറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെതറിലായിരിക്കും. ഒറ്റ നെതർ ഒരു പേടിയുണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ മൊത്തം ബ്ലോക്കൊക്കെ മൈൻ ചെയ്ത് നോക്കാം. നമുക്ക് ഓവർ വേൾഡിലേക്ക് തന്നെ പോകും. ഇവിടെ ആരെ തല്ലി ഞാൻ ചാടിയതായിരിക്കും. കത്തിക്കൊണ്ട് ആരുടെ തല്ല തന്നെയുള്ളത്. ആടാ ഇങ്ങോട്ട് ഇതിനെ മോളിക്കൊന്ന് പോയി വെക്കണം ഗൈസ്. ഇതിന് മുകളിൽ വരെ ബേസ് പോലെ ഉണ്ട്. ബേസ് കാണാൻ വേണ്ടി കയറ് തന്നെ എന്താ ചെയ്യുക. കയറ് തന്നെ കൈ വേദന എടുക്കൽ തുടങ്ങി. 1 മണിക്കൂറിൻ്റെ അടുത്തായി ഞാൻ ഇത് കളിച്ചു കുറച്ച് മുമ്പേ. എന്നിട്ടാണ് എന്നെ ചതിച്ചത്. ഞാൻ പിന്നെ കരുതി അവർ എനിക്ക് റിവെഞ്ച് എടുക്കണമെന്ന്. ഈ സെർവറിൽ തന്നെ അവരുള്ളത്. ഈ സെർവറിൽ ഞാൻ കണ്ടതാണ്. ഞാൻ സ്പോൺ ചെയ്താൽ തന്നെ സ്പോൺ ചെയ്ത്. അത് നേരത്തെ ഞാനിവിടെ ബേസ് നോക്കാൻ മറന്നു. ഇപ്പം നോക്കിയിട്ട് പോകാൻ കരുതി. അതാണ് മോളിക്ക് വന്നത്. ഇത് ബേസാണോ അല്ല അടി കൂടിയ സ്ഥലമാണെന്നാണ് സംശയം. അവിടെ മൊത്തം തകർത്തെറിഞ്ഞു. കുറച്ച് ഉട്ട് പനിയാണ്. അതല്ല നമുക്കൊരു കേവിക്ക് എങ്ങനെയെങ്കിലും പോകണം. അയൺ ആർമർ വല്ലതും സെറ്റാക്കാൻ. പിന്നെ അവിടെ നിന്ന് തന്നെ ഡയമണ്ട് ആർമർ പറ്റിക്കഴിഞ്ഞാൽ ആവണം. കേവിക്ക് പോകാനുള്ള പണിയിൽ ഇങ്ങനെ ഇരിക്കുക തന്നെ. ഇവിടെ നിന്നും നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു കേവ് കിട്ടും. കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, ആണ് ഞാൻ. ലക്ക് കൂടുതലാണ്. നമുക്കൊന്ന് ഇവിടെ നിന്ന് ചുറ്റി നോക്കണം ഗൈസ്. ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കണം. ചുറ്റി നോക്കിയപ്പോൾ ഇവിടെ അയണുണ്ട്, കുറച്ച് അയണുണ്ട്. അടിയേക്കൊരു കേവുണ്ട്. ഒന്ന് മൈൻ ചെയ്തെടുക്കാം. ഇവിടെ എത്ര ഉണ്ട്? രണ്ടാണോ തോന്നുന്നു. രണ്ടല്ല, കുറച്ചുണ്ട്. നമുക്കിവിടെ ഒന്ന് ചുറ്റി നോക്കണം. അടിക്ക് വല്ലതും ഉണ്ടോ അല്ലേ? നമുക്കിവിടെ ഒന്ന് പരമാവധി ചുറ്റി നോക്കട്ടെ. ഒരു ബേസായിരുന്നു. ആ ബേസ് ആരോ തകർത്തിട്ട് അവനെ കൊന്ന് കളഞ്ഞിട്ടുണ്ട്. ആ ബേസ് നമ്മളിങ്ങനെ കട്ടുകൊണ്ട് പോകുന്നു. ഒരു പ്രശ്നമില്ല. ഇതൊക്കെ നമുക്ക് നെയ്സിലെടുത്തിട്ട് നമുക്ക് വഴി വിടാം. അപ്പോൾ നമ്മളൊരു കേവിക്കെത്തിയിട്ടുണ്ട്. കേവല്ല, നമ്മൾ ഏറ്റടിക്ക് പെട്രോൾക്ക് വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്നായിരുന്നു കൊന്നായിരുന്നത്. എൻ്റെ സാധനങ്ങളൊക്കെ ആ നായ്ക്കളെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരെ നമുക്കൊന്ന് റിവെഞ്ച് ചെയ്യാൻ പറ്റിയെങ്കിൽ റിവെഞ്ച് ചെയ്യില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ റിവെഞ്ച് ചെയ്യും. ഈ സെർവർ കിട്ടിയവരെ റിവെഞ്ച് ചെയ്യും, ഇല്ലെങ്കിൽ റിവെഞ്ച് ചെയ്യും. ഓക്കെ, അവർ ഇവിടെ തന്നെയാണോന്ന് ഇവിടെ കാണാൻ
ടൂൾസും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഫസ്റ്റ് മൈൻ ചെയ്തിട്ട് അയണൊക്കെ സെറ്റാകണം, ഡയമണ്ടൊക്കെ സെറ്റാകണം. വെച്ചിട്ട് ഈ സർവറിൽ പെട്ടെന്ന് ഡയമണ്ട് കിട്ടുക എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ സർവർ ഞാൻ നോക്കി നോക്കട്ടെ. നമ്മുടെ ഡയമണ്ടൊന്നും കിട്ടുന്നില്ല, നമുക്ക് മൈനിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ വന്നപ്പോൾ നമുക്കിത് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഡയമണ്ട് വല്ല സെറ്റാണ് കേസ്. എന്നിട്ട് അവരെ നമുക്ക് എങ്ങനെയെങ്കിലും കൊന്നു തള്ളണം. ഇതിലൊരു പ്ലാനുണ്ട്. ഒരുത്തൻ ഫസ്റ്റ് വരണം, നമ്മൾ കുനിഞ്ഞിരുന്നിട്ട് അവരെ നമ്മൾ അറ്റാക്ക് ചെയ്യണം. അതാണ് നമ്മുടെ പ്ലാൻ. അത് നടന്നില്ലെങ്കിൽ എല്ലാത്തിനെയും ഇട്ട് തല്ലാൻ പോവാം, ഇല്ലെങ്കിൽ കളി കഴിഞ്ഞു, മൂഞ്ചി, അത്രേ ഉള്ളൂ. നമുക്കൊരു പിക്കാസ്, അയ്യോ സ്റ്റിക്ക് വേണം. ഇത് മറ്റേത് പോലെ എടുക്കണമെങ്കിൽ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യത്തിന് സ്റ്റിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലാവ ഉണ്ട്, അത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഇപ്പോൾ അയ്യോ ലാവ. ഇവിടെ ഒരു അയണുണ്ട്, അത് ഫസ്റ്റ് നമുക്ക് എടുക്കാം. ഈ അയണ് ഒന്ന് തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ ലാവ വരാതിരുന്നാൽ മതി, പ്രശ്നമില്ല. അപ്പോൾ അയണ് നമുക്ക് മറ്റേതായിട്ടല്ല കിട്ടുക, ബ്ലോക്കായിട്ട് കിട്ടുക. പണ്ടത്തെ മൈൻക്രാഫ്റ്റിൻ്റെ എന്തി അവിടെ ഡയമണ്ട് കാണുന്നുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇനി ഇവിടെ ഒന്നും ഇല്ല പ്രതീക്ഷിക്കുന്നു. ലാവ് ഒന്നുമില്ല. ലാവ ഉണ്ട്. ഇനി പൊട്ടിച്ച പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഡയമണ്ട്, ഈ സർവറത്തെ ഫസ്റ്റത്തെ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചോട് പൊട്ടിച്ചപ്പോഴേക്ക് പിന്നെ ഡയമണ്ട്. ഞാൻ റിച്ച് ആയി തുടങ്ങി. ഇങ്ങനെ ചറവറ കിട്ടിയ കുഴപ്പമില്ല. ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല ലക്ക്. 2 ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേരിനേക്ക് പോയി ബ്ലോക്ക് പൊടിച്ചപ്പോൾ അതാ പിന്നെയും കിട്ടി. എനിക്ക് വയ്യ, പിന്നെയും ഡയമണ്ട്. എനിക്ക് വയ്യ, ഞാൻ റിച്ച് ആവാൻ തുടങ്ങി. പിന്നെ ഡയമണ്ട് കിട്ടുന്നു. എൻ്റെ മോനെ എത്രണ്ണേ തോന്നുന്നു, 6 ഞാനോ റിച്ച്. എന്താ ചെയ്യാൻ, ഇതാണ് പറഞ്ഞ ലക്ക്. അവിടെ നിന്ന് നമുക്ക് വേറെ സ്ഥലത്തേക്ക് വേണമെങ്കിലും മൈൻ ചെയ്ത് പോകാം. നമുക്കൊരു സോർഡ് പിക്കാച്ച് ഡയമണ്ട് ആയിട്ടുണ്ട്. ആരെങ്കിലും വന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ചാണ്ട് പോയപ്പോൾ 2 ബ്ലോക്ക് പൊട്ടിച്ചല്ലോ ഡയമണ്ട്. പിന്നെ അയ്യാ ലാവ, പോലെ പ്ലീസ്. ബ്ലോക്ക് ചവല. ഭാഗ്യം. ഒരു സമാധാനം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുമോ? അങ്ങോട്ട് നോക്കിയോട്ടെ. ലാവുണ്ട് തോന്നുന്നു, വിളിച്ചാൽ തന്നെ. ലാവുണ്ട്. അങ്ങോട്ട് പോയി നോക്കിയാലോ? നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. നമുക്ക് പിന്നെയും കുറച്ച് മൈൻ ചെയ്തപ്പോൾ പിന്നെയും ഡയമണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്താ പിന്നെയും വരട്ടെ, പിന്നെയും വരട്ടെ. ഇനിയും വരട്ടെ. അടിക്ക് ഇനിയുണ്ടേ. ഞാൻ റിച്ചായി പറഞ്ഞേ. വരട്ടെ. പോരട്ടെ. പോന്നോ പിന്നെയും ഒന്നുകൂടി എടോ. 8 ആയിട്ടുണ്ട്. നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് ആർമർ ഉണ്ടാക്കാം. ഒരു ആർമർ ഉണ്ടാക്കാം. നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. 8 മതിയില്ലേ? 8 മതി. കിട്ടി. ഇതിട്ടും കൊണ്ട് നമ്മൾ മെയിനാവും ഗൈസ്. നമ്മളങ്ങനെ ഒരു പ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ സെർവറിൻ്റെ ഏറ്റവും വലിയ ഉപകാരം. പെട്ടെന്ന് നമുക്കെല്ലാം ചെയ്യാം. ഇനി നമുക്ക് പിന്നെയും കിട്ടിയിട്ടുണ്ട് ഡയമണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പിന്നെ അങ്ങോട്ട് കുറച്ച് പോയിരിക്കും. പിന്നെയും ഡയമണ്ട്.
അയ്യാ ലാവ. ആ ഓ നെറ്റ് പോയതാണ് ഞാൻ പറഞ്ഞു. നെറ്റ് പോയാലും ചെറിയ ലക്കുണ്ട് നമുക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഡയമണ്ട് പോകേണ്ടതാണ്. അയ്യാ ലാവ വരുന്നുണ്ട്. അതോ ഇത് റിസ്ക് ആവുമല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ലാവ. ഇവിടെ ലാവ മൊത്തം നിറഞ്ഞു ഗൈസ്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒരു ഡയമണ്ട് എടുക്കാൻ പറ്റിയ പോലെ ആയിട്ടുണ്ട്. ഒത്തുകൊണ്ട് ഇപ്പോൾ പൊട്ടിച്ചായിരുന്നു. ഈ ഇതെടുക്കാൻ പറ്റുമോ? ഇവിടെ ലാവ ഉണ്ട്. എൻ്റെ എന്തോ ലക്ക് കണ്ടോ ഗൈസ്. ഇപ്പം ഞാൻ എന്തെടുത്തിട്ടുണ്ടെങ്കിൽ ചത്തായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ഡയമണ്ട് 3 ഡയമണ്ട്. ഓ ലാവ എന്തുട്ട സർവ. ഡയമണ്ട് കാണിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ അതിനായിട്ട് ഒരു ട്രാപ്പും വെച്ചിട്ടുണ്ട് എല്ലാവരും. എന്താ ചെയ്യുക? 2 ഡയമണ്ട് പിന്നെയായിട്ടുണ്ട്. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും കുറിച്ചല്ല വേണ്ട. അങ്ങോട്ട് ലക്ക്. അതിലോ അല്ല ലക്കല്ല, മാറിപ്പോയി. അറിയാതെ പറഞ്ഞതാണ്. അവിടേക്കൊന്ന് പോയൊക്കെ വേണ്ട. ഇവിടെ ആണ് ലക്ക. നമുക്ക് പോവാണെന്ന്. നമുക്കിനി അവിടെ നിന്നാണ് മൈൻ ചെയ്യാം. ഇവിടെ നിന്നാണ് മൈൻ ചെയ്യാം. അവിടെ ഡയമണ്ട് ഉണ്ട്. പക്ഷേ ലാവ് എന്തോ വന്നേ. ലാവ് ഉണ്ടായിരുന്നു. അതാ ഞാൻ എടുക്കാത്തത്. അവിടേക്ക് ഒരു പിന്നെ ഡയമണ്ട് ഉണ്ട്. ഞാൻ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ലാവ പയ്യ അടച്ചിട്ടുണ്ട് നമ്മളത്. ഞങ്ങൾ ഡയമണ്ട് എടുത്തിട്ട് പോവാം. ഓക്കെ ഒന്ന് ഇവിടെ അഞ്ഞില്ല. ഇങ്ങോട്ടാണ് ലക്ക് നമുക്ക്. അതുകൊണ്ട് ഇവിടെ ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കാം. ഫുൾ ആർമറ വളരെ ഡയമണ്ട് കിട്ടിയാൽ ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അവിടെ പോയി നോക്കാം. തവടിയിലാവാ. ഓക്കെ പ്രശ്നമില്ല. അങ്ങോട്ട് പോയേക്കാം. അങ്ങോട്ട് ലക്കുണ്ട്. ഇങ്ങോട്ട് പോയാലോ? നമുക്ക് ഇങ്ങോട്ട് പൈൻ ചെയ്യാം. ഇവിടെ നിന്ന് 4 ബ്ലോക്ക് പൊട്ടിച്ചപ്പോഴേക്ക് പിന്നെയും ഡയമണ്ട്. ഞാനൊരു റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. വയ്യ. നമുക്ക് ഒന്നേ ഉള്ളൂ. അപ്പം മുഞ്ചി നമുക്ക് അങ്ങോട്ട് ഒന്നുകൂടി പൈൻ ചെയ്യാം. നമുക്കൊരു പാൻറ്റല്ല മാറിപ്പോയി. പാൻറ് തന്നെ. പാൻറ് വേണ്ട. ഷൂവിനുള്ള ഡയമണ്ട് ഉള്ളൂ. ഓക്കെ നമുക്കൊരു ഷൂ ആയിട്ടുണ്ട്. ഡയമണ്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇങ്ങോട്ട് ഒന്നുകൂടി മൈൻ ചെയ്ത് വെക്കാം. അവിടെ 4 ബ്ലോക്ക് പൊടിച്ചപ്പോഴേക്കും നമുക്ക് പിന്നെയും ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 1 ആണോ 4 ആണോ? 1 2 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് കാണാം. അവിടെ നിന്ന് പിന്നെയും 2 ബ്ലോക്ക് പൊടിച്ചപ്പോൾ പിന്നെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചറ കിട്ടണം. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ 1 2 ഈച്ച് ഇങ്ങനെ കിട്ടുമ്പോൾ ബോറിങ്. ഇവിടെ നിന്ന് അതാ പിന്നെയും വരട്ടെ. എല്ലാം വരട്ടെ. ഇവിടെ ടോർച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ 4 ആയിട്ടുണ്ട് ഗൈസ്. ഓ നോ, ഇനിയും ഡയമണ്ട് ആവശ്യമുണ്ട്. ഓക്കെ ഇങ്ങോട്ട് പനിയണത് തന്നെ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ എന്താ ഇനി 2 ഡയമണ്ട് വരട്ടെ. എന്തത് ഇന്ന് നല്ല ലോട്ടറി അടിച്ചേക്ക്. എൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ വന്ന ഡയമണ്ട് കഴിക്കുക. അവിടെ പിന്നെയും ഇഷ്ടംമാതിരി ഉണ്ട്. എന്തൊക്കെ ഇവിടെ നടക്കണ്? എത്ര ഡയമണ്ടാ? ഒരു 18 കിട്ടിയാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. 14 ആർമർ അവള്ള ഡയമണ്ട് റെഡി. അതാ ഒരു പ്ലെയർ ഗൈസ്. ഒരു പ്ലെയർ നമ്മളെ കണ്ടിട്ടുണ്ട്. അവൻ തോണ്ടി വരുന്നുണ്ട്. പെട്ടെന്ന് ആർമർ സെറ്റാക്കാം. അവനോ ഇങ്ങനത്തെ എല്ലൊക്കെ ആവശ്യമുള്ളു. അവൻ പ്ലെയർ വല്ലതാണെങ്കിൽ മൂഞ്ചി. അവൻ്റെ അടുത്ത് ഡയമണ്ട് ആർമർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ടീംമേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ടെലിപ്പോർട്ടാക്കി വല്ലതും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കരയേണ്ടി വരും ഞാൻ. നമുക്ക് പെട്ടെന്നൊരു ഹെൽമെറ്റ് റെഡിയാക്കാം. ഫുൾ ആർമർ വാടകി PVക്ക്
ഈ പേര് ഞാൻ എവിടെ കാണും? ഇവൻ തന്നെ ഇവൻ്റെ ടീമിനെ കൊണ്ട് അതാ പറഞ്ഞില്ല ഓട്ടോ. അവൻ്റെ 4 ടീമിനെയും വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയേണ്ടി വരുമല്ലോ. അങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ ക്രാഫ്റ്റിൻ്റെ ടേബിളും പൊട്ടിച്ചും കൊണ്ട് ഇപ്പോൾ വരും. അയ്യോ 2 പേരാ 3 പേരാ? അവരെന്നെ കൊല്ലാൻ വന്നവർ. എന്നെ കൊന്നിട്ട് എന്നെ ലോലിന്ന് വിളിച്ചു. ഇത് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഒരുത്തനാണെങ്കിൽ ആ പ്രശ്നമില്ല. ടീം എടാ 2 പേര് അല്ല 3 പേര്. ഓനോ എന്നെ വിട്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡയമണ്ട് ചാവ് പറഞ്ഞാൽ ഇന്നെ തന്നെയാണ്. ഞാൻ ചാവും ഉറപ്പാണ്. അവരടുത്ത് എൻജോയിൻ്റെ ആണ്. ഷാർപ്പ്നെസ് 2 ആണ്. അവരെന്നോട് പറഞ്ഞതാണ്. ഞാൻ നിർത്തിപ്പോ. അപ്പോൾ ശരി, ബൈ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ശരി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കഷ്ടപ്പെട്ടതെല്ലാം പോയി.